ഇവിടെ റോസ് ഉണ്ടാകുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ഫ്ലവറിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നോക്കുമ്പോൾ റോസ് ചെടികളൊക്കെ ഒന്നിച്ച് കാണാൻ ഒരു രസമില്ല. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ റോസൊക്കെ ഫ്ലവർ ഇല്ലാതെ നിൽക്കും പോലെ, പക്ഷേ ഒന്നിച്ചിങ്ങോട്ട് വരും, ഒന്നിച്ചാണ് ഫ്ലവർ ചെയ്ത് നിൽക്കുക. അതുപോലെ ഒന്നിച്ച് പ്രൂൺ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. അതാട്ടോ ഇവിടെ ഉണ്ടാവാറ്. ഇത് പുതിയ വെച്ചിട്ടുള്ള മെറൂൺ റോസാണ്. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വേറൊരു കമ്പും കൂടെ എൻ്റെ അടുത്ത്, കമ്പല്ല ഇതാണ് എന്താ പറയുക, ഹൈബ്രിഡ് ആയിട്ടാണ് ഉണ്ടാക്കി. എന്താ അപ്പോൾ ഇതിന് പറയുക, ബഡ് ചെയ്തത്, ബഡ് റോസ്. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ. അത് ഇവിടെ ഒരു 2 ഐറ്റം തന്നെ ഉണ്ട്. ഒരെണ്ണം ചെറിയ ടൈപ്പ്, ഒരെണ്ണം വലിയ ടൈപ്പാണ്. അപ്പോൾ ചെറിയ ടൈപ്പ് ഇപ്പോൾ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടാണ് കേട്ടോ ഈ ഒരു പ്രാണിനെ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണണം. ഒറ്റൊന്നല്ല, വേറെ ഐറ്റം ചെറിയ ബൾബ് ടൈപ്പ് മോഡൽ കേട്ടോ. അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫംഗിസൈഡ് ഏതെങ്കിലും ഒന്ന്, ഞാൻ സാഫാണ് കൊടുക്കൽ, മണ്ണിൽ മിക്സ് ചെയ്യുന്ന സാഫ് തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കൽ. ഇതിൻ്റെ അളവും കാര്യമൊക്കെ ഞാൻ മുമ്പ് എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ എല്ലാത്തിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വരും, അതിന് വേണ്ടിയിട്ട് ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മുട്ട്, ചെറുതാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആകാശമുല്ലൊക്കെ ആകാശത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.